അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ടോണറാണേ. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നല്ല അടിപൊളി നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ ഇത് ഉപയോഗിക്കുന്നവരിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ടോണറാണ്. ടോണർ കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. നമുക്ക് ടോണർ എപ്പോൾ നമ്മൾ ടോണർ യൂസ് ചെയ്യണമെന്ന് നല്ലതാണ്. അതിപ്പോൾ 2 നേരമോ 3 നേരമോ അങ്ങനെ ഒന്നുമില്ല. മുഖം കഴുകുമ്പോഴൊക്കെ നിങ്ങൾ ടോണർ യൂസ് ചെയ്യുക. നല്ലതാണ് സ്കിന്നിലേക്ക്. നമ്മുടെ ഓപ്പൺ പോർട്സുകളെല്ലാം ഒന്ന് ഇതാവും. അതുപോലെ തന്നെ മുഖത്തിന് നല്ലൊരു എന്തോ ഒരു പ്രത്യേക ഒരു തിളക്കം നമുക്ക് തോന്നാറുണ്ട് ടോണർ യൂസ് ചെയ്യുന്നതിലൂടെ. ടോണർ എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ സൂക്ഷിച്ച് എടുക്കുക, നമ്മൾ ടോൺ ചെയ്യുക, എടുത്ത് പിന്നെയും ഫ്രിഡ്ജിൽ വയ്ക്കുക. അങ്ങനെ നമുക്ക് ഒരു 10 ദിവസം വരെ ഒരു കേടുപാടും കൂടാതെ നമുക്ക് ടോണർ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ ഞാനിത് ഉപയോഗിച്ചതിൻ്റെ അവസ്ഥയൊക്കെ ഈ വിധത്തിലായി. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഹെയറിന് വേണ്ടിയിട്ടുള്ള ടോണർ വാങ്ങിയതായിരുന്നു. അപ്പോൾ ഇതിൽ ആദ്യം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കുപ്പി ഉണ്ടല്ലോ, അത് സ്പ്രേ വർക്ക് ചെയ്യണില്ലേ. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഇതിലാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ തന്നെ ഒരുപാട് വീഡിയോയിൽ ടോണർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ സ്പ്രേ കുപ്പി ഇല്ലാത്തവർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ പഞ്ഞിയിൽ മുക്കിയിട്ട് മുഖത്തൊക്കെ ഒന്ന് ചെയ്താൽ മതി. അല്ല, നിങ്ങൾക്ക് പഞ്ഞിയിൽ മുക്കി ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെന്ന് വെച്ചാൽ കയ്യിൽ കുറച്ച് ഒഴിച്ച് നമ്മൾ മുഖം ഒന്ന് ഇതാക്കിയാൽ മതി. അത്രയും നല്ലതാണ് ടോണർ. സ്പ്രേ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ സ്പ്രേ ചെയ്യുക എന്നുള്ളതൊക്കെ ഒരുപാട് വീഡിയോയിൽ കാണിച്ചതാണ്. എന്നാലും ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നോക്ക്, ടോൺ ചെയ്തപ്പോഴേക്കും എൻ്റെ മുഖത്തിന് വന്നൊരു മാറ്റം. പിന്നെ ഇതിൽ ഞാൻ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എൻ്റെ അടുത്ത് ഉണ്ട്. എനിക്ക് ഒന്നും കൂടി ഗ്ലിസറിനാണ് നല്ലത് തോന്നിയിട്ട് ഞാൻ ഗ്ലിസറിൻ ഇട്ടിക്കണം. ഇനി ഗ്ലിസറിൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്യുക. നല്ല അടിപൊളി ടോണറാണിത്. ഇതിൽ നമ്മുടെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ ലിക്വറൈസ് ഉണ്ട് ഇതിൽ. അതും നമ്മുടെ ഇരട്ടി മധുരം എന്ന് പറയുന്ന സാധനം, അതും നമുക്ക് മെയിനായിട്ട് നമുക്ക് യൂസ് ആവണത് നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ, സൺടാൻ, മുഖത്തെ പാടുകൾ, നമ്മുടെ മെലാസ്മ ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം നമുക്ക് മാറ്റി തരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണത്. അതുപോലെ തന്നെ മുഖത്തിന് നല്ല കളർ കൊണ്ടുവരാനും നമുക്ക് ഈ ഒരു സാധനം നല്ലപോലെ സഹായിക്കുന്നതാണ്. നമ്മളിതിൻ്റെ കമ്പ് വാങ്ങിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ ഓൾറെഡി ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. മുൻകൂട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അത്രയ്ക്ക് നല്ല അടിപൊളിയാണ്. ഞാനിപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ കഴുത്തിലൊക്കെയും ചെയ്യും കേട്ടോ. ഇപ്പോൾ നമുക്ക് മുഖത്തിന് വല്ലാത്തൊരു തിളക്കം തോന്നണില്ലേ. അത്രയും നല്ല അടിപൊളി ടോണറാണിത്. ടോണർ എങ്ങനെ യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നു. സ്പ്രേ ചെയ്യുകയാണെന്ന് വെച്ചാൽ, അല്ലാന്ന് വെച്ചാൽ പഞ്ഞിയിൽ മുക്കി ചെയ്യുക, അല്ലാന്ന് വെച്ചാൽ കയ്യിൽ കുറച്ച് ഒഴിച്ച് മുഖം കഴുകി വെള്ളം ഒപ്പിയെടുത്തതിന് ശേഷം ഇത് നമ്മുടെ മുഖത്ത് ഒന്ന് തിരിവെച്ച് കഴുകും മാതിരി ചെയ്യുക. കുറച്ച് കൂടുതൽ സാധനം നമ്മൾ ലിക്വറൈസ് വാങ്ങി വയ്ക്കുക. നമുക്ക് ഒരു 4-5 കമ്പ് എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് നമ്മളിത് ഉണ്ടാക്കണത് നല്ല അടിപൊളി പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. രാവിലെ എണിച്ചതും നമ്മൾ ഇത് ടോൺ ചെയ്യുക. അതുപോലെ തന്നെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് ഒക്കെ നമ്മൾ എപ്പോഴൊക്കെ മുഖം കഴുകണം അപ്പോഴൊക്കെ നിങ്ങൾ ഇത് വെച്ച് ടോണർ യൂസ് ചെയ്യുക. നിങ്ങളുടെ മുഖത്തെ പ്രശ്നങ്ങളും മാറി കിട്ടും. നിങ്ങളുടെ സ്കിന്നിന് നല്ല തിളക്കവും തരും. നല്ല അടിപൊളിയാണ്. നിങ്ങൾ ടോണർ കാശ് കൊടുത്ത് വാങ്ങേണ്ടതെന്ന് ഞാൻ പിന്നെയും പറയണം. അത്രയ്ക്ക് നല്ല സാധനമാണ്. അപ്പോൾ നമുക്കിത് നിങ്ങൾ എങ്ങനെ ഞാനിത് യൂസ് ചെയ്യണമെന്ന് കണ്ടുല്ലോ. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കണ്ടേ. നിങ്ങളെല്ലാവരും പോയി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളതൊക്കെ ഒന്ന് പോയി കണ്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഉണ്ടാക്കി നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളത് കാണാൻ പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് ദീപ എന്നാ. എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുള്ളാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് വഴി ഒന്ന് അറിയിക്കുക. നല്ല അടിപൊളിയാണ്. നിങ്ങൾ ഉണ്ടാക്കാതെ നിങ്ങൾ ഒന്നിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റില്ല. കണ്ടതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞ് പറഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയും നല്ല സാധനമാണ് ഈ ടോണർ. നമ്മൾക്ക് പൈസ കൊടുത്ത് 10, 300, 400 രൂപ കൊടുത്തിട്ടൊക്കെ നമ്മൾ വാങ്ങണത് എന്താ പറയുക, ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അധികം പൈസ ചിലവില്ല. ഇത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എപ്പോഴും ഉണ്ടാക്കുകയും ചെയ്യാം. അത്ര നല്ല അടിപൊളിയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ പോയി കണ്ടിട്ട് ഉണ്ടാക്കി നോക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടത്, ഇത് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കിയിട്ട് എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങിയതാണ്, നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇത് വേണം നമുക്ക്. ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഓറഞ്ചിൻ്റെ
തൊലിയിൽ. അപ്പം നമ്മുടെ മുഖത്തിന് നല്ല തിളക്കം നൽകാനും നല്ല കളർ കൊണ്ടുവരാനും പിഗ്മെൻറ്റേഷൻ മാറാനും ഒക്കെ സഹായിക്കുന്നതാണ് ഓറഞ്ചിൻ്റെ തൊലി കേട്ടോ. നല്ല കളർ വരും ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് നിങ്ങൾ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ. പിന്നെ വേണ്ടത് ഇത് ഇരട്ടി മധുരമാണ്, ലിക്വറൈസിൻ്റെ കമ്പാണ്. ഇതിൻ്റെ പൊടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് പാക്കുകളൊക്കെ ആയിട്ട്. ഇതിപ്പോൾ നമുക്ക് ഒരു ടോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് കാശ് കൊടുത്ത് ടോണർ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വക ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ നമുക്ക് ആവശ്യത്തിനുള്ള ടോണർ ഉണ്ടാക്കാം. ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇത് നമുക്ക് പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ലിക്വറൈസിൻ്റെ കമ്പും ഇത്രയിട്ട് നമുക്കിതിലേക്ക് ഇങ്ങനൊരു വലിയൊരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത്ര ഇട്ടതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ ഇത് വയ്ക്കാം. കത്തിക്കുമ്പോൾ സിമ്മിൽ വയ്ക്കുക. സിമ്മിൽ വെച്ചിട്ട് ഇത് തിളയ്ക്കണം. അടച്ച് വെച്ച് നമുക്കിത് തിളപ്പിക്കാം. ഒരു പ്ലേറ്റ് എടുത്ത് നമുക്കത് അടച്ച് വെച്ച് തിളപ്പിക്കാം. സിമ്മിൽ കിടന്ന് അത് തിളയ്ക്കട്ടെ അവിടെ. ഞാനിപ്പോൾ ഇതാ ഫ്ലെയിം കമ്മി ചെയ്ത് ഇനി അവിടെ കിടന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ ഇതാ സിമ്മിൽ വെച്ചിട്ട് തിളപ്പിച്ച് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിൻ്റെ ആ ഒരു മഞ്ഞ കളറൊക്കെ ഇറങ്ങി, അതുപോലെ തന്നെ നമ്മുടെ ലിക്വറൈസിൻ്റെ ഇരട്ടി മധുരത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ഇറങ്ങി, കളറൊക്കെ ഇറങ്ങി. ഓറഞ്ച് തൊലിയുടെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ നല്ലപോലെ വെന്തു. ഉണങ്ങിയതല്ലേ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ നല്ലപോലെ വെന്തു. വെള്ളമൊക്കെ കുറച്ച് വറ്റി നമ്മളൊരു ഗ്ലാസ് ഒഴിച്ച് ഇപ്പോൾ ഒരു ഏകദേശം അര ഗ്ലാസോളം ആയിട്ടുണ്ട്. അപ്പോൾ അടച്ച് വെച്ചിട്ട് തന്നെ തിളപ്പിക്കുക. സിമ്മിൽ വെച്ച് തിളച്ചിട്ട് ഇത്രയും വറ്റിയത്. ഇനി നമുക്കിത് ഞാനിപ്പോൾ ഒന്ന് കൂട്ടി വെച്ചതാണ്, ഇത്രയും മതി. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇനി ഒന്ന് തണുക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ ചൂടാറിയണ്ടേ. നമുക്കപ്പോൾ നമ്മൾ അളന്ന വെള്ളം എടുത്തില്ലേ, ആ ഗ്ലാസ്സിലേക്ക് തന്നെ ഊറ്റി ഒഴിക്കുക. ഇപ്പോൾ ഇതാ ഞാൻ മൊത്തം ഊറ്റി ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് അര ഗ്ലാസ്സിൽ നിന്ന് കുറച്ചും കൂടി മേപ്പിട്ട് ഫുള്ളായി നമ്മൾ ഒഴിച്ചതാണ്. ഇത്രയും വറ്റിച്ചെടുത്തു. ഇതിലേക്ക് ഞാൻ കുറച്ച് ഗ്ലിസറിൻ ഒഴിക്കും. ഒരു 3 ഡ്രോപ്സോളം ഗ്ലിസറിൻ ഞാൻ അതിൽ ഒഴിക്കുന്നത്. അത്രേ ഒഴിക്കുള്ളൂ. ഒന്ന് സ്കിന്നൊന്ന് ഒരു മോയ്സ്ചർ എന്ന് പറയാൻ പറ്റില്ല, ഒരു തിളക്കം നൽകും. ഇത്രയും കൂടുതൽ ഒഴിക്കരുത്. ഒരു 3 ഡ്രോപ്സ് ഇത്രേ പാടുള്ളൂ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഒഴിച്ചാൽ മതി. അപ്പോൾ ഗ്ലിസറിൻ ഒഴിക്കേണ്ട ആവശ്യമില്ല. സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കുക. അലച്ച സാധാരണ ഒരു ബോട്ടിലാക്കിയിട്ട് നമ്മൾ മുഖത്ത് പഞ്ഞി വെച്ച് ഉപ്പ് അലച്ച കയ്യിലേക്ക് ഇത്തിരി എടുത്തിട്ട് മുഖത്ത് ചെയ്യും. ഞാനിപ്പോൾ സ്പ്രേ ബോട്ടിലേക്ക് ഒരു ബോട്ടിൽ നിറച്ചു. നല്ലപോലെ ടൈറ്റായി അടയ്ക്കുക. ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്.